നമസ്കാരം. പൊളിറ്റിക്കൽ ന്യൂസിലേക്ക് സ്വാഗതം. അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഇന്ന് 14ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. തിരച്ചിൽ 4 ദിവസത്തേക്ക് അവസാനിച്ചു എന്നുള്ള വാർത്തകളും പല ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ അർജുന് എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ച് ഇത്രയും നാളായിട്ടും ഒരു ഉത്തരം ലഭിച്ചിട്ടില്ല. പല നിഗമനങ്ങളും പല രീതിയിലുള്ള ഊഹാപോഹങ്ങളും മാത്രമാണ് ഉള്ളത്. എന്നാൽ ഇപ്പോൾ അർജുനെ കുറിച്ചല്ല, മറിച്ച് അർജുൻ ഓടിച്ചിരുന്ന ട്രക്കിനെ കുറിച്ചാണ് ചർച്ചകൾ നടക്കുന്നത്. നേരത്തെ അർജുന്റെ ട്രക്ക് പുഴയിൽ ഏതാണ്ട് കരയിൽ നിന്നും 20 അടി മാത്രം അകലെ എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കരയിൽ നിന്നും ഏതാണ്ട് 136 അടി അകലെയായിട്ട് പുഴയുടെ നടുവിലായിട്ടാണ് അർജുന്റെ ലോറി ഉള്ളത് എന്നാണ്. അതും അടിയൊഴുക്ക് കാരണം ലോറി ഒഴുക്കിൽപ്പെട്ടു പോയതാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ശിരൂർ മലയിൽ നിന്നും ഇടിഞ്ഞു വന്ന മണ്ണിൽ പൂർണ്ണ കിടക്കുകയായിരുന്നു അർജുന്റെ ലോറി എന്നായിരുന്നു ഇതുവരെ എല്ലാവരും വിശ്വസിച്ചിരുന്നത്. എന്നാൽ ആ മണ്ണിൽ കിടന്ന ലോറി എങ്ങനെയാണ് 20 അടിയിൽ നിന്നും 136 അടിയിലേക്ക് മാറിയത്? എന്തായാലും ഇത്തരത്തിലുള്ള നിരവധി ഊഹാപോഹങ്ങൾ അടിക്കടി വന്നുകൊണ്ടിരിക്കുകയാണ്. പല മാധ്യമങ്ങളും പറയുന്നത് ഇപ്പോഴും ഇന്ദ്രപാൽ അവിടെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. അദ്ദേഹത്തെ തലേ ദിവസം തന്നെ തിരച്ചിലിന്റെ വിശദാംശങ്ങളെ കുറിച്ച് അറിയാനായി ഡൽഹിക്ക് വിളിപ്പിച്ചിരുന്നതാണ്. നേവിയിലെ ഉദ്യോഗസ്ഥരുടെ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനവും വേണ്ട എന്ന് കൃത്യമായ നിർദ്ദേശം അവിടെ കൊടുത്തിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ സംഘം ഇപ്പോൾ സ്ഥലം വിട്ടിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ ആകെയുള്ളത് നേവിയുടെ സ്കൂബ ഡൈവേഴ്സ് മാത്രമാണ് എന്നാണ് ഇന്നലെ മുതൽ പുറത്തു വരുന്ന യഥാർത്ഥ റിപ്പോർട്ടുകൾ. പുഴയിൽ നല്ല അടിയൊഴുക്കുള്ളത് കാരണം ഡെങ്കി ബോട്ടുകൾ ഉപയോഗിച്ചാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത്. എന്നാൽ അവർ ആരും തന്നെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. അത് ശരിയാണെന്ന രീതിയിൽ തന്നെയാണ് അവിടെ നിന്നും പുറത്തു വരുന്ന ദൃശ്യങ്ങളും വ്യക്തമാക്കിയത്. എന്നാൽ അതിനിടെയാണ് പെട്ടെന്ന് ഈശ്വർ മൽപ്പയും സംഘവും എത്തി അവിടെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. ഈശ്വർ മൽപ്പെ വെള്ളത്തിലിറങ്ങി പരിശോധിച്ചെങ്കിലും അടിയൊഴുക്ക് വളരെ ശക്തമായിരുന്നു. കുത്തിയൊലിച്ചു വരുന്ന വെള്ളത്തിൽ ഒഴുകിപ്പോയ ഈശ്വർ മൽപ്പയെ നേവി സംഘം രക്ഷിക്കുകയാണ് ഉണ്ടായത്. പുഴയുടെ 15 അടി വരെ താഴെ പോയെന്നാണ് മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപ്പ പറയുന്നത്. 7 തവണയാണ് ഈശ്വർ മൽപ്പെ ഗംഗാവലിയിൽ തിരച്ചിൽ നടത്തിയത്. ആദ്യഘട്ടത്തിൽ നദിയിലേക്ക് ഇറങ്ങിയ ഈശ്വർ മൽപ്പയുമായി ബന്ധിപ്പിച്ച കയർ പൊട്ടി 150 മീറ്ററിലേറെ ഒഴുകി പോവുകയായിരുന്നു. 3ാമത്തെ ഡൈവിലായിരുന്നു ഈശ്വർ മൽപ്പെ ഒഴുക്കിൽപ്പെട്ടത്. രക്ഷാപ്രവർത്തനങ്ങളുടെ ഡെങ്കി ബോട്ടുകൾക്ക് പുറമെ മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടും നദിയിലേക്ക് ഇറക്കിയാണ് പരിശോധന നടത്തിയത്. എന്നാൽ ഈ പരിശോധനകളിൽ അടിത്തട്ടിലെത്താൻ സാധിച്ചിരുന്നില്ല. ചെളിയും മണ്ണും കല്ലും പ്രതിസന്ധി ഉയർത്തിയിരുന്നു. മൽപ്പയുടെ പരിശോധനയിൽ മൺകൂനയുടെ താഴെ മരങ്ങൾ പോലും കണ്ടെത്തിയിരുന്നു. സ്റ്റേവയറിനൊപ്പമാണ് തടിക്കഷ്ണങ്ങൾ കണ്ടെത്തിയതെന്ന് ഈശ്വർ മൽപ്പെ പറയുന്നുണ്ട്. ഇന്നലെ പുഴയിൽ ഉണ്ടായിരുന്ന അതിശക്തമായ അടിയൊഴുക്ക് അത് ഏറെ വെല്ലുവിളി സൃഷ്ടിച്ചെന്നും ഈശ്വർ മൽപ്പെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ പുഴയിൽ ഇപ്പോഴും അടിയൊഴുക്ക് ശക്തമാണ് എന്നുള്ളതാണ്. ഏതാണ്ട് 5 നോട്ട്സിലാണ് നിലവിലെ അടിയൊഴുക്ക് എന്നാണ് ഇപ്പോൾ വിദഗ്ധ സംഘം നൽകുന്ന റിപ്പോർട്ട് എന്നത്. 5 നോട്ട്സ് എന്ന് പറയുന്നത് തന്നെ ഏകദേശം 10-11 കിലോമീറ്ററിനടുത്ത് വരുന്ന വേഗത്തിലാണ് ഇപ്പോൾ വെള്ളത്തിന്റെ ഒഴുക്ക് എന്ന് പറയുന്നത്. 3 നോട്ട്സിന് മുകളിലുള്ള അടിയൊഴുക്കിൽ ആർക്കും തന്നെ ഇറങ്ങാൻ കഴിയില്ല. മാത്രമല്ല ഈ കലങ്ങി വരുന്ന ചെളിവെള്ളത്തിൽ കൃത്യമായി പരിശോധന നടത്താൻ കഴിയില്ല എന്നാണ് പരിശോധനാ സംഘം തന്നെ പറയുന്നത്. അതിനാൽ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനം ഇനിയും നീളുമെന്നത് ഉറപ്പാണ്. ഇപ്പോൾ മഴ തുടരുന്ന സാഹചര്യത്തിലും പുഴയിലെ കുത്തൊഴുക്ക് കാരണവും രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അർജുനെ രക്ഷിച്ചെടുക്കാൻ കഴിയുമെന്ന തരത്തിലുള്ള അവകാശവാദമോ ഇപ്പോൾ ആരും തന്നെ നടത്തുന്നുമില്ല. അതിനാൽ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ അർജുനെ നമുക്ക് ജീവനോടെ കിട്ടണമെന്ന ഒരു നേരിയ പ്രതീക്ഷ പോലും ആർക്കും ഇല്ല എന്നതാണ് സത്യം. അർജുനെ എങ്ങനെയെങ്കിലും തിരികെ കിട്ടുമോ എന്ന ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. എന്നാൽ അതിനുള്ള സാധ്യത വളരെ വിദൂരമാണെന്നാണ് പറയുന്നത്. കാരണം അപകടം നടന്ന ശിരൂരിൽ നിന്നും വെറും 8 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ അറബിക്കടലിലേക്ക്. മുൻപ് കടലിന്റെ തൊട്ടടുത്ത് വെച്ചായിരുന്നു ഒരു ടാങ്കർ ലോറി കണ്ടെത്തിയിരുന്നത്. വേറെ ഒരു ടാങ്കർ ലോറിയെ പറ്റി ഇതുവരെ ഒരു വിവരവും കണ്ടെത്താൻ ആയിട്ടില്ല. ആ ടാങ്കർ ലോറി ഇപ്പോഴും പുഴക്കടിയിൽ ഉണ്ടെന്ന് യാതൊരു ഉറപ്പുമില്ല. അർജുൻ ഒരു പക്ഷേ ഈ കടലിലേക്ക് ഒഴുകിപ്പോയിട്ടുണ്ടാകാമെന്നാണ് അന്വേഷണ സംഘം പോലും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അർജുനെ കണ്ടെത്തുക പ്രയാസകരമായിരിക്കും. ഈ ഒരു സാഹചര്യമാണ് യാഥാർത്ഥ്യം. അത് നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. മാത്രമല്ല ഈ ഒരു സംഭവത്തിൽ ജനങ്ങളിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ച് ഒരു ഹൈപ്പ് ഉണ്ടാക്കി റേറ്റിംഗ് കൂട്ടാൻ മാത്രമുള്ള ഒരു അജണ്ടയായിട്ട് തന്നെ ഈ വിഷയം മാറിയിരിക്കുന്നു എന്നതാണ് മറ്റൊരു വസ്തുത. അപകടത്തിൽ അർജുനെ ലോറി അടക്കം കാണാതെ പോയപ്പോൾ അത്യാധുനിക സംവിധാനമുള്ള ലോറി ആയതിനാൽ അർജുൻ ലോറിയിൽ ഉണ്ടാകുമെന്ന തരത്തിലായിരുന്നു ആദ്യമൊക്കെ വാർത്തകൾ പുറത്തു വന്നിരുന്നത്. എന്നാൽ ജനഹൃദയങ്ങളിൽ ആ ഒരു പ്രതീക്ഷ വൈകാരികമായി രൂപപ്പെട്ടത് കൊണ്ട് തന്നെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങൾ ജനങ്ങളെ ആശയക്കുഴപ്പം
കുഴപ്പത്തിലാക്കി. എന്നാൽ ഇപ്പോൾ മാധ്യമങ്ങളെ സംബന്ധിച്ച് അർജുൻ എന്ന വിഷയത്തെ ഉപേക്ഷിച്ചു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. കാരണം ജനങ്ങൾക്കിടയിൽ ഇപ്പോഴും അർജുനെ പറ്റിയുള്ള ആ ഒരു വൈകാരികത നിലനിൽക്കുന്നുണ്ട്. അതിനാൽ തന്നെ അർജുന്റെ ആ ട്രക്ക് പൊക്കിയെടുക്കുന്നത് വരെയെങ്കിലും ആ ദൃശ്യങ്ങൾ കൃത്യമായി ലൈവ് കാണിക്കുന്നത് വരെ ചാനലുകാർ അവിടെ തുടരും. എന്നാൽ സാങ്കേതിക വിദ്യകളെല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് പരിശോധന നടത്തുന്ന സംഘം അവിടെ മനുഷ്യ ശരീരത്തിന്റെ ഒരു സാന്നിധ്യവും ഇല്ല എന്ന് തെർമൽ സ്കാനിംഗ് സംവിധാനത്തിലൂടെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. അതിനാൽ തന്നെ രക്ഷാപ്രവർത്തകർ എന്തിനു വേണ്ടിയിട്ടാണ് പരിശ്രമിക്കുന്നത് എന്ന് അവർക്ക് തന്നെ അറിയില്ല. ചിലപ്പോൾ മുകളിൽ നിന്ന് പ്രഷർ ഉള്ളത് കൊണ്ടായിരിക്കാം. ഇനിയിപ്പോൾ ആകെ ചെയ്യാനുള്ളത് മനാഫിന്റെ ആ ട്രക്ക് അവിടെ നിന്ന് പൊക്കിയെടുക്കുക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ അർജുനെ അവിടെ നിന്ന് കിട്ടാൻ പോകുന്നില്ല എന്ന യാഥാർത്ഥ്യം തിരച്ചിൽ സംഘം തന്നെ പറയുന്നുണ്ട്. എന്നാൽ ഇപ്പോഴും കോടികൾ മുടക്കി രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് കാരണം KC വേണുഗോപാലിന്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ്. മാത്രമല്ല ഇപ്പോൾ ഇത് കേരളത്തിന്റെ വൈകാരിക വിഷയമായതുകൊണ്ട് തന്നെ അവിടുത്തെ സ്ഥലം MLA അവിടെ തന്നെ നിർത്തിയിരിക്കുകയാണ്. കാരണം KC വേണുഗോപാലിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം കർണാടക സർക്കാരിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇട്ടിട്ട് പോകാനും കഴിയാത്ത ഒരു സാഹചര്യമാണ്. ആ ഒരു നിർദ്ദേശം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഒരു പ്രതീക്ഷയുമില്ലാത്ത രക്ഷാപ്രവർത്തനം അത് ഇപ്പോഴും ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇനി എന്തെങ്കിലും അവിടെ ചെയ്യാൻ സാധിക്കുക ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് കുറഞ്ഞ ശേഷം പുഴയിലിറങ്ങി പരിശോധിക്കുക എന്നത് മാത്രമാണ്. മാത്രമല്ല മണ്ണിലുള്ള പരിശോധന ഇപ്പോൾ ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. അതിനാൽ തന്നെ ഈ ഒരു വിഷയം മുൻപോട്ട് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിൽ വലിയൊരു ആശയക്കുഴപ്പത്തിലായിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം തന്നെ. ലോറിയുടെ ഉടമ മനാഫിനെയും രക്ഷാപ്രവർത്തകൻ രഞ്ജിത്ത് ഇസ്രായേലിനെയുമെല്ലാം കുഴിയിൽ ചാടിച്ചത് ഈ മാധ്യമങ്ങൾ തന്നെയാണ്. എന്നാൽ ഇവരെല്ലാം തന്നെ ഇപ്പോൾ പതിയെ മുങ്ങുകയാണ്. ചാനലുകൾ ലൈവായിട്ടുള്ള അപ്ഡേറ്റുകളെല്ലാം തന്നെ ഇപ്പോൾ കുറച്ചിരിക്കുന്നു. എന്നാൽ ഇനി ലോറി പുറത്തെടുക്കുമ്പോൾ വലിയ സന്നാഹത്തോടുകൂടി വീണ്ടും ഒരു ലൈവ് നമുക്ക് പ്രതീക്ഷിക്കാം. അത്രമാത്രമേ അവിടെ സംഭവിക്കാനുള്ളൂ. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനങ്ങളുടെ വികാരം കണക്കിലെടുത്തുകൊണ്ട് നിരന്തരമായി കർണാടകയ്ക്ക് കത്തെഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം രക്ഷാപ്രവർത്തനത്തിൽ കർണാടക അലംഭാവം കാണിക്കുന്നു എന്നാരോപിച്ച് മുഹമ്മദ് റിയാസും വിമർശനം ഉന്നയിക്കുന്നുണ്ട്. കേരളവും കർണാടകയും തമ്മിലുള്ള രക്ഷാപ്രവർത്തന ധാരണകളെല്ലാം തന്നെ അവർ തെറ്റിച്ചിരിക്കുന്നു എന്നായിരുന്നു റിയാസിന്റെ കുറ്റപ്പെടുത്തൽ. ശരിക്കും പറഞ്ഞാൽ രക്ഷാപ്രവർത്തനത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ കേരളത്തിലെ മന്ത്രിമാർ അവിടെ എത്തേണ്ടതായിരുന്നു. എന്നാൽ ആരും തന്നെ പോയിട്ടുണ്ടായിരുന്നില്ല. അവസാനം എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് ദൗത്യസംഘം അടക്കം ഇനി തിരച്ചിൽ നടത്തുന്നതിൽ യാതൊരു പ്രയോജനവുമില്ല എന്ന് പറഞ്ഞ് പിന്മാറിക്കഴിഞ്ഞപ്പോൾ എന്തിനു വേണ്ടിയാണ് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ ഇവരിപ്പോൾ ഇങ്ങനെ ഒരു പ്രഹസനം കാണിക്കുന്നത് എന്നാണ് ഉയർന്നു വരുന്ന വിമർശനം. കർണാടകയെ സംബന്ധിച്ച് അവർക്ക് ചെയ്യാനുള്ളതൊക്കെ അവിടെ ചെയ്തു കഴിഞ്ഞു. ഇനി അവിടെ പ്രത്യേകിച്ചൊന്നും തന്നെ ചെയ്യാൻ ബാക്കിയില്ല. കാരണം അത്ര രൗദ്രഭാവമാണ് ആ നദിക്കുള്ളത്. ഈശ്വർ മൽപ്പയുടെ ജീവൻ പോലും അവിടെ അപകടത്തിലാകേണ്ടതായിരുന്നു. കൂടാതെ 20 അടി താഴ്ചയിൽ ഉണ്ടായിരുന്ന ലോറി ഇപ്പോൾ 136 അടിയിലേക്കായി. ഇനി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ വെള്ളത്തിന്റെ ഒഴുക്ക് കുറയണം. അതിനാൽ കർണാടകയെ സംബന്ധിച്ച് അവിടെ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു കഴിഞ്ഞു. പരിസരത്ത് അർജുൻ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുകയല്ലാതെ ഈ ഒരു സാഹചര്യത്തിൽ മറ്റൊന്നും അവിടെ ചെയ്യാൻ സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം.